കൂഷ്മാണ്ഡഹോമം, സുദർശന ഹോമം. ഇപ്പോഴും അത് സുദർശനഹോമം കുറച്ച് ബാക്കിയില്ലായിരുന്നു. അതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള മറ്റ് ഹോമങ്ങളുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇവിടുത്തെ ദുരിതങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ജ്യോത്സ്യർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ കണ്ടിട്ടുള്ള വേദാത്മാക്കളൊക്കെ ദുരിതം തന്നെ. കാരണം അവർ മറന്നു പോയിട്ടുള്ള ആൾക്കാരുടെ ദുരിതങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ദുരിതങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ദോഷങ്ങളായിട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അപ്പോൾ നെഗറ്റീവുകൾ നമ്മൾ ക്രമേണ ഓരോരോ മന്ത്രങ്ങൾ നമ്മുടെ പൂർവ്വ സൂര്യകളായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞ പ്രകാരമുള്ള മന്ത്രങ്ങളും ഹോമങ്ങളും വെച്ചാൽ അഗ്നിയാണ് നമ്മുടെ എല്ലാം സാക്ഷി. അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധീകരിക്കുന്ന സാധനം അഗ്നിയാണ്. അഗ്നിയിലേക്കാണ് നമ്മളെല്ലാം സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കർമ്മങ്ങൾക്കും നമ്മൾ അഗ്നി സാക്ഷിയായിരുന്നു. അപ്പോൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സാധനം അഗ്നിയാണ്. സ്വയം ശുദ്ധീകരിക്കുന്ന സാധനം അഗ്നിയാണ്. അപ്പോൾ അതാണ് അഗ്നി. അപ്പോൾ നമ്മുടെ എല്ലാ രോഗികളും അഗ്നിയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെയുള്ളതായിട്ടുള്ള വിപരീതമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ. അതിപ്പോൾ പ്രദേശത്ത് ഒരു വക്ക് വെച്ചിട്ട് ഇവിടെ മാത്രമല്ല, ഒരു ടോർച്ച് അടിച്ചിട്ട് മുന്നേ പോണ ആൾക്കും പിന്നെ പോണ ആൾക്കും ഭയങ്കര ഗുണം കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ചൈതന്യം നമ്മുടെ ഈ പ്രദേശത്തും ഇതിൽ വസിക്കുന്ന ആൾക്കാർക്കും ഒക്കെ നല്ലതുണ്ടായാലാണ് ശ്രേയസ്, നാട്ടിൽ ശ്രേയസ്. നല്ല സമൂഹം ഉണ്ടാവും. നല്ല സമൂഹം ഉണ്ടായാലും നല്ല വ്യക്തികളായാലും നല്ല സമൂഹം ഉണ്ടാവും. എല്ലാവരുടെയും വ്യക്തിത്വത്തിലും അതുപോലെ വ്യക്തിത്വം എല്ലാവരെയും ആദരിക്കാൻ കഴിയുന്ന അതൊക്കെയുള്ള പണ്ടത്തെ ഒരു സ്വഭാവം മഹിമാന്തത്താണ്. എല്ലാവരും നമുക്ക് ബഹുമാനിക്കാൻ കഴിയുന്ന, ആദരിക്കാൻ കഴിയുന്ന. അപ്പം സ്വാഭാവികമായിട്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ച് അങ്ങോട്ട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമുക്ക് തിരിച്ചുവരിക. അപ്പോൾ അത് ഗുണമായാലും ദോഷമായാലും. അപ്പോൾ അതൊക്കെ നല്ല നിലയ്ക്ക് നമുക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിൽ പറ്റിയിട്ടുള്ള സുദർശനമാണ്. അതുപോലെ തന്നെ അഘോരം എന്ന് പറഞ്ഞാൽ രുദ്രനോ ശിവനോ. അപ്പോൾ ശിവൻ്റെ പ്രീതി ഉണ്ടാവും. അതുപോലെ തന്നെ തൃഷ്ടുപ്പ് രുദ്രനും, അതുപോലെ തന്നെ ഭഗവതിയുടെ പ്രീതി. അതിൻ്റെ അതിദേവത ദുർഗയാണ്. അപ്പോൾ ഇത്തരമുള്ള ദേവീദേവന്മാരുടെ മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പോകുന്നതല്ല ചെയ്യുന്നത്. മനസ്സിലായി. ഇനി നാളെ തൊട്ട് ഇതിൻ്റെയൊക്കെ ഈ ആവാഹിച്ച് വെച്ചിട്ടുള്ള അപ്പോൾ നമ്മൾ ഒക്കെ പോണ വഴി ക്ലിയറാക്കാണ് പരിപാടി. അവരുടെ സൗകര്യം കൊടുക്കാനുള്ള കർമ്മങ്ങളൊക്കെ നാളെയാണ്. അതിനാണ് തിലഹോമം കൊണ്ട് തിരുന്നുണ്ടായത്. ഇതൊക്കെയുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ അപ്പോൾ നാളെ ഈ ഇന്ന് ആവാഹിച്ച് വെച്ചുള്ള പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ നാളെ ചെയ്യും. ഇതുവരെ അതിൽ മോക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇന്ന മാതിരി പോയാൽ എനിക്ക് നമുക്കിപ്പോൾ ഒരു നിശ്ചയില്ലാത്ത ഒരു വഴി കൂടെ പോകുമ്പോൾ നമ്മൾ ജീവിതമായിട്ടുള്ള അവസ്ഥകളിലൊക്കെ നേരെ പാഞ്ഞെടുക്കുന്നത്. അതുപോലെ നമുക്ക് വരാൻ പോകുന്ന ദോഷങ്ങളൊക്കെ സുദർശനമൂർത്തി കയ്യിലെടുക്കണം. ഉണ്ടാവരുത് എന്നാണ് മന്ത്രത്തിൻ്റെ മറ്റുള്ള ആ മന്ത്രത്തിൻ്റെ അർത്ഥം. പല അന്നിൻ്റെ കർമ്മം കൊണ്ട് വളർത്തുകൊണ്ട് വളർത്തുകൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചുരുക്കം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി സുദർശനം ചക്രം കയ്യിലേക്ക് മാറി.